ഒരുവിധം ചോദിച്ചിരിക്കുന്ന എല്ലാ ടൈപ്പ് പ്രോബ്ലംസും കവർ ചെയ്തിട്ടുണ്ട്. നോർമലി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമുക്ക് 4 ടൈപ്പ് കോളംസ് എക്സാമിനുണ്ട്. അത് ഒന്നെങ്കിൽ നമുക്ക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ലോഡ് തന്നിട്ട് ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. ഇത് രണ്ടാണ് കോമൺ ആയിട്ട് ചോദിക്കാറുള്ളത്. പിന്നെ ചില കേസിൽ മാത്രം ഒരു റെയർ കേസ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളത് റാങ്കൈൻ സ്ക്രിപ്റ്റിംഗ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഓയിലേഴ്സ് കോളം യൂലേഴ്സ് കോളത്തിന് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. അതൊരു റെയർ ക്വസ്റ്റ്യൻ ആയിട്ട് അങ്ങനെ അത്ര കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നില്ല. ബട്ട് ഈവൻ നമ്മളതും നമ്മൾ കവർ ചെയ്തു. അപ്പോൾ ഇത് ഈ കോളംസ് എന്നുള്ള ടോപ്പിക് കമ്പാരിറ്റീവ്ലി ഒരു ഒറ്റ ഫോർമുല പഠിച്ചിട്ട് അതിന്റെ ബേസിൽ നമ്മൾ സോൾവ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ നമ്മൾ കോളത്തിന്റെ ഫോർമുല പഠിച്ചു വയ്ക്കുക. പൈ സ്ക്വയർ ഇ ഐ ഡിവൈഡ് ബൈ എൽ സ്ക്വയർ. സ്ക്രിപ്റ്റിംഗ് ലോഡ് ഈസ് ഗിവൺ ബൈ പൈ സ്ക്വയർ ഇ ഐ ഡിവൈഡ് ബൈ എൽ സ്ക്വയർ. അപ്പൊ അതിലത്തെ ആ എൽ സ്ക്വയർ എന്നുള്ള ടേം മാത്രം നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് 4 ടൈപ്പ് കോളംസ് ആണ് പഠിക്കാനുണ്ടായിരുന്നത്. ഒന്ന് ഹിഞ്ച്ഡ് അറ്റ് ബോത്ത് എൻഡ്സ്, രണ്ട് എൻഡും ഹിഞ്ച്ഡ് അല്ലെങ്കിൽ പിന്നഡ് എന്ന് പറയും. രണ്ടും പറഞ്ഞാലും സെയിം തന്നെയാണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് കേസ്. അതിൽ ലെങ്ത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് എൽ തന്നെയാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് വൺ എൻഡ് ഫിക്സ്ഡ് അതർ എൻഡ് ഫ്രീ. അപ്പൊ അതിലത്തെ ആ കേസിൽ നമുക്ക് ലോഡ് മീൻസ് ലെങ്ത് വരുന്നത് 2 ടൈംസ് ആയിട്ടാണ് നമ്മൾ L = 2L എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. മൂന്നാമത്തെ കേസ് ബോത്ത് എൻഡ് ഫിക്സ്ഡ്. അപ്പൊ നമുക്ക് ഹാഫ് L വെച്ചിട്ട് നമുക്ക് പറയും. ഈ ആരെങ്കിലും റൈസ് ഹാൻഡ് ക്ലിക്ക് ചെയ്ത് കളിക്കുന്നതാണോ? ഇത് സൗണ്ട് കേൾക്കണോ? ഓക്കെ. പുതിയ എന്തോ ഫീച്ചർ വന്നിട്ടുള്ളതാണ് ഗൂഗിൾ മീറ്റിൽ റൈസ് ഹാൻഡ് എന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വെറുതെ ഞാൻ ക്ലിക്ക് ചെയ്ത് നോക്കണ്ട. അപ്പൊ എനിക്കിവിടെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് വൺ എൻഡ് ഫിക്സ്ഡ് വൺ എൻഡ് ഫ്രീ ആയിരുന്നു. അപ്പോൾ നമുക്ക് 2L വന്നു. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ബോത്ത് എൻഡ് ഫിക്സ്ഡ് ആയിരുന്നു. ബോത്ത് എൻഡ് ഫിക്സ്ഡ് ആയപ്പോൾ നമുക്ക് L/2 ആയിട്ട് വന്നു. അതിന്റെ ലാസ്റ്റ് കേസ് L/√2. അങ്ങനെ 4 ഡിഫറെന്റ് കേസുകൾ നമുക്ക് പഠിക്കാറുള്ളൂ. അപ്പൊ 4 ഡിഫറെന്റ് കേസുകളും ഒരൊറ്റ ഡെറിവേഷനും കൂടി പഠിച്ച് നമുക്ക് സുഖമായിട്ട് 10 മാർക്ക് കിട്ടും. വളരെ ചെറിയ ഒരു പോർഷനിൽ നമുക്ക് 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു രീതിയാണ്. അപ്പോൾ ജയിക്കാൻ വേണ്ടി മാത്രം എങ്ങനെയെങ്കിലും ജയിക്കുന്നതുകൊണ്ട് എക്സാം എഴുതുന്ന ആൾക്കാർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ടോപ്പിക്കാണ് കോളംസ് എന്നുള്ള ടോപ്പിക്. വളരെ ഒരൊറ്റ ഫോമിൽ നമുക്ക് പഠിക്കാറുള്ളൂ, ഒറ്റ ഡെറിവേഷൻ നമുക്ക് പഠിക്കാറുള്ളൂ. ആ ഒറ്റ ഡെറിവേഷൻ വെച്ചിട്ട് നമുക്ക് 4 ഡെറിവേഷൻ ആക്കിയിട്ട് എഴുതാനും പറ്റും. ഒറ്റ ഫോർമുല വെച്ചിട്ട് 4 ടൈപ്പ് പ്രോബ്ലംസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് കോളംസ് എന്ന ടോപ്പിക്. സോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിലബസിലെ മോയ്സിന്റെ സിലബസിൽ പുതുതായിട്ട് ആഡ് ചെയ്തതാണ് സിലിണ്ടേഴ്സ് ആൻഡ് ഷെൽ. നമ്മളിപ്പോ ഗ്യാസ് സിലിണ്ടർ ഒക്കെ ഉണ്ടാവുമല്ലോ. ഗ്യാസ് സിലിണ്ടർ ഒക്കെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാന്ന്. അപ്പോൾ ഗ്യാസ് സിലിണ്ടറിന്റെ ഉള്ളിൽ വരുന്ന പ്രഷറുകൾ എങ്ങനെയായിരിക്കും ആ സിലിണ്ടറിൽ ആക്ട് ചെയ്യാം. അപ്പോൾ സിലിണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സിലിണ്ടേഴ്സിന് സിലിണ്ടറിക്കൽ ഷേപ്പും രണ്ട് എൻഡിലും ഒരു സ്പെരിക്കൽ കവർ ആയിരിക്കും. ഗ്യാസ് സിലിണ്ടർ എടുത്ത് നോക്കിയറിയാം. നമുക്ക് അതിന്റെ ഹാൻഡിലുകളൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്യാപ്സ്യൂൾ പോലെ ആയിരിക്കും തോന്നുക. നിങ്ങളിപ്പോൾ റോട്ടിൽ കൂടെ ഒക്കെ ഗ്യാസ് കൊണ്ടുപോകുന്ന ടാങ്കറുകൾ ഉണ്ടായിരിക്കും. അത് ക്യാപ്സ്യൂൾ ടാങ്ക് എന്ന് പറയാൻ. അപ്പൊ അങ്ങനത്തെ ഉള്ള സിലിണ്ടേഴ്സ് എല്ലാം ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് അതിന്റെ ഉള്ളിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എവിടെയാണ് വരിക, ആ പ്രഷറിന്റെ വാല്യൂ എത്രയാണ്, ആ പ്രഷർ കൊണ്ടാണ് ഫോഴ്സ് എത്രയാണ്, ആ ഫോഴ്സ് സിലിണ്ടറിന്റെ ഏത് ഭാഗത്തൊക്കെ ആയിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, അതേപോലെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫെയിലിയേഴ്സ് ആണ് നമുക്ക് സിലിണ്ടേഴ്സിന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഇതിലും നല്ല ബേസിക് ആയിട്ട് നമ്മൾ നോർമൽ കോമൺ സെൻസ് വെച്ച് എഴുതുന്ന 2 ഇക്വേഷൻസ് ആണുള്ളത്. നോർമൽ കോമൺ സെൻസ് ഇതുവരെ പഠിച്ച വാട്ട് ഈസ് സ്ട്രെസ്, വാട്ട് ഈസ് സ്ട്രെയിൻ എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ. ആ പഠിച്ച കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ സിലിണ്ടേഴ്സിൽ കൊണ്ടുപോയി അപ്ലൈ ചെയ്യാൻ പോകണം. പുതുതായിട്ടുള്ള ഫോർമുലാസ് ഒന്നും അല്ല. അപ്പോൾ കോളംസ് പഠിച്ചപ്പോൾ എൻ്റയർലി ന്യൂ ഫോർമുല ആയിരുന്നു. ബട്ട് സിലിണ്ടേഴ്സ് ആൻഡ് ഷെൽ പഠിക്കുമ്പോൾ നമ്മൾ പുതുതായിട്ട് പഠിച്ച ഫോർമുല, മുന്നേ പഠിച്ച സ്ട്രെസ്സിന്റെയും സ്ട്രെയിനിന്റെയും യങ്സ് മോഡുലസിന്റെയും ഒക്കെ ഫോർമുലാസ് നമ്മൾ ഒന്നും കൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് അപ്ലൈ ചെയ്യണമെന്നുള്ളൂ. ഓക്കെ. അപ്പൊ നിങ്ങൾക്കിവിടെ ഫിഗറിൽ കാണാം ഒരു സിലിണ്ടർ ടൈപ്പ്. അപ്പോൾ ഈ അതിലെ ലെഫ്റ്റ് സൈഡിലെ ഫിഗേഴ്സിൽ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 2 ഫിഗർ ഉണ്ട്. ഈ ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അത് രണ്ടും ബ്രേക്ക് ആയേക്കുന്നതാണ്. ഇങ്ങനെ ബ്രേക്ക് ആയിട്ടുണ്ട്, ഇങ്ങനെയും ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പൊ 2 തരത്തിലാണ് നമുക്ക് സിലിണ്ടേഴ്സിന്റെ ഫെയിലിയർ നമുക്ക് പഠിക്കാറുള്ളത്. അലോങ് ദ ലെങ്ത് നമുക്കൊരു ഫെയിലിയർ വരും, അലോങ് ദ ഡയമീറ്റർ നമുക്കൊരു ഫെയിലിയർ വരും. ഈ 2 ടൈപ്പ് ഫെയിലിയേഴ്സിനും 2 ടൈപ്പ് ലോഡായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക, ഡിപ്പെൻഡിങ് ഓൺ ദ പ്രഷർ ഇൻസൈഡ് ദ സിലിണ്ടർ. സിലിണ്ടറിന്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും ഒരു
ലിക്വിഡോ ഗ്യാസോ എന്തെങ്കിലും ഉണ്ടായിരിക്കും, ആൻഡ് ഇറ്റ് വിൽ ബി അറ്റ് സം പ്രഷർ other than the atmospheric. It may be at a lower pressure or at a higher pressure, depends. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് സിലിണ്ടറിന്റെ വാളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമ്മൾ അനലൈസ് ചെയ്യും. ആ ഫോഴ്സ് കാരണം സിലിണ്ടറിന് ഉണ്ടാകുന്ന രണ്ട് ഫെയിലിയേഴ്സ് ആണ്, ഒന്ന് അലോങ് ദ ലെങ്ത് ഫെയിൽ ആവും, ഒന്ന് അലോങ് ദ ഡയമീറ്റർ ഫെയിൽ ആവും. അപ്പൊ ഈ രണ്ട് ടൈപ്പ് ഓഫ് ഫെയിലിയേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യും. അതിൽ വരുന്ന സ്ട്രെസ്സുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. നമ്മൾ അവർ എയിം ഈസ് ടു ഡിസൈൻ ദ സിലിണ്ടർ ഫോർ എ സെർട്ടൈൻ. നമ്മുടെ അടുത്ത് ആസ് എൻ എഞ്ചിനീയർ നമ്മുടെ അടുത്ത് അവർ റിക്വയർമെന്റ് തരുന്നത് എന്താ വെച്ചാൽ, ഓക്കെ വി ഹാവ് ടു ക്യാരി സെർട്ടൻ എമൗണ്ട് ഓഫ് ഗ്യാസ് അറ്റ് സെർട്ടൻ പ്രഷർ. നമുക്ക് ഇത്ര പ്രഷറിൽ ഒരു ഗ്യാസ് കൊണ്ടുപോകണം. അപ്പോൾ എത്ര ക്വാണ്ടിറ്റി നമുക്ക് കൊണ്ടുപോകും വേണം. അങ്ങനെയാണെങ്കിൽ യു ഹാവ് ടു ഡിസൈൻ ദ സിലിണ്ടർ. അപ്പോൾ നമ്മൾ സിലിണ്ടറിന് എന്ത് മെറ്റീരിയൽ വേണം നമുക്ക് തീരുമാനിക്കാം. അതേപോലെ തന്നെ സിലിണ്ടറിന്റെ മെറ്റീരിയലിന് എത്ര തിക്നെസ് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. സിലിണ്ടറിന്റെ ഡയമീറ്റർ എത്ര വേണമെന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. അതിനെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെയ്യണതിനാണ് സിലിണ്ടറിന്റെ ഡിസൈനിങ് എന്ന് പറയും. അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ ആദ്യം നമുക്ക് ബേസിക് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അതിന്റെ ഹൈ ലെവൽ ഡിസൈനിങ്ങിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ബേസിക് ഡിസൈനിങ്ങിൽ മാത്രം ചെയ്തിട്ട് നമ്മൾ അവസാനിപ്പിച്ചിരിക്കും. അപ്പോൾ ബേസിക് ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ ഇതിൽ ആക്ട് ചെയ്യണ പ്രഷർ വെച്ചിട്ട് പ്രഷറിന് നമ്മൾ ഫോഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഈ സിലിണ്ടറിന്റെ ഉള്ള ഗ്യാസ് എന്തെങ്കിലും ഗ്യാസോ ലിക്വിഡോ ഏത് പോർഷനിലായിരിക്കും പ്രഷർ അപ്ലൈ ചെയ്യുക, ആ പ്രഷറിനെ എങ്ങനെയായിരിക്കും അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുക. അങ്ങനെ രണ്ട് കേസുകൾ നമുക്ക് പഠിക്കാമല്ലോ. അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് ഫെയിലിയർ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഫെയിലിയർ ആയിട്ട് എടുക്കുന്നത്. ഈ ഫസ്റ്റ് ഫെയിലിയർ എടുത്തു. ഫസ്റ്റ് ഫെയിലിയറിന്റെ പ്രഷർ ആക്ടിങ് ആണ്. ഇപ്പോൾ ഇൻസൈഡിൽ പ്രഷർ ആക്ട് ചെയ്തു. ഇപ്പൊ ഇവിടെ കാണിച്ചിട്ടുണ്ട് അലോങ് ദ സർക്കംഫറൻസ് ആണ് നമ്മുടെ പ്രഷർ ആക്ട് ചെയ്യുന്നത്. രണ്ട് സൈഡിലും രണ്ട് സർക്കംഫറൻസിലും പ്രഷർ ആക്ട് ചെയ്തപ്പോൾ ഇത് സിലിണ്ടർ രണ്ട് പീസായിട്ട് രണ്ട് കഷ്ണമായിട്ട് വന്നു. ഓക്കെ, ഇവിടെ ബ്രേക്കിംഗ് വന്നിട്ട് രണ്ട് പീസായി. ഈ ബ്രേക്കിങ്ങിനെ ഒബ്സ്ട്രക്ട് ചെയ്യുക അല്ലെങ്കിൽ ബ്രേക്ക് ആവാണ്ട് പിടിച്ചു വെക്കുന്നത് എന്താണ്? ഈ മെറ്റീരിയൽ ആയിരിക്കും. മെറ്റീരിയലിന് എത്രയും സ്ട്രെങ്ത് ഉണ്ടോ അത്രയും നേരം ഈ മെറ്റീരിയൽ ആ പ്രഷറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന മോഡലിൽ പിടിച്ചു വയ്ക്കും. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ സിലിണ്ടറിന്റെ ഉള്ള ഗ്യാസ് എത്ര പ്രഷറാണ് ഈ വാളിൽ അപ്ലൈ ചെയ്യണമെന്ന് നോക്കണം. സിലിണ്ടറിന്റെ ഉള്ള ഗ്യാസ് എത്ര പ്രഷറാണ് നമ്മൾ ഈ വാളിൽ അപ്ലൈ ചെയ്യണമെന്ന് നോക്കണം. അതേപോലെ തന്നെ ആ പ്രഷറിനെ എത്ര ഏരിയ വെച്ചിട്ടാണ് ഈ സിലിണ്ടർ എഡ്ജില് അതിനെ ബ്ലോക്ക് ചെയ്യണം നമ്മൾ നോക്കണം. അപ്പൊ രണ്ടും കൂടി കമ്പയർ ചെയ്താൽ നമുക്ക് ഈ സിലിണ്ടർ വാളിൽ അല്ലെങ്കിൽ സിലിണ്ടർ വാളല്ല അക്രോസ് ദ ക്രോസ് സെക്ഷൻ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് സിലിണ്ടറിന്റെ ഉള്ളിൽ പ്രഷർ കാരണം സിലിണ്ടർ വാളിൽ ആക്ട് ചെയ്യണ ഫോഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ആ ഫോഴ്സിനെ സിലിണ്ടർ വാളിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അക്രോസ് ദ ഫെയിലിയർ ഇങ്ങനെ ഒരു ഫെയിലിയർ അക്രോസ് ദ ലെങ്ത് അലോങ് ദ ലെങ്ത് നമുക്കൊരു ഫെയിലിയർ ഉണ്ടാവുകയാണെങ്കിൽ ആ ഫെയിലിയറിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ നമുക്ക് പറയാൻ പറ്റും വി ഹാവ് ടു ചൂസ് എ മെറ്റീരിയൽ ഇൻ ദിസ് സ്ട്രെസ് കാറ്റഗറി. ഓരോ മെറ്റീരിയലിനും ഓരോ സ്ട്രെസ് കാറ്റഗറി ആണല്ലോ. നമ്മളിപ്പോ കാസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ 550 എന്ന് പറഞ്ഞിട്ടാണ് അവസാനം നമ്മൾ റാങ്കിൻസ് ഫോമിൽ ചെയ്തപ്പോൾ പറഞ്ഞത്. ഇറ്റ് ഈസ് വാല്യൂ ഓഫ് സിഗ്മ. ഓക്കെ, അപ്പോൾ സിഗ്മയുടെ വാല്യൂ ഓരോ മെറ്റീരിയലിനും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഉള്ള റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ പറയണം വി ഹാവ് ടു യൂസ് എ മൈൽഡ് സ്റ്റീൽ ഓർ വി ഹാവ് ടു യൂസ് എ കോപ്പർ. ഓക്കെ, ആൻഡ് വി ഹാവ് ടു കൺസിഡർ ബോത്ത് എക്കണോമിക്കൽ ഫാക്ടർ ഓൾസോ. എപ്പോഴും നമുക്ക് സ്ട്രെങ്ത് മാത്രം നോക്കിയാൽ വരാ, ചില കേസിൽ നമുക്ക് എക്കണോമിക്കൽ ഫാക്ടറും കൂടി കൺസിഡർ ചെയ്യണം. എല്ലാം കൂടി കൺസിഡർ ചെയ്തിട്ട് നമ്മൾ പറയും വിച്ച് ടൈപ്പ് ഓഫ് സിലിണ്ടർ വി ഹാവ് ടു യൂസ് ആൻഡ് അപ് ടു വാട്ട് ഡയമീറ്റർ വി ഹാവ് ടു ഗിവ് ദ സിലിണ്ടർ ഡയമെൻഷൻ. അതൊരു കേസ്. രണ്ടാമത്തെ കേസിൽ സിലിണ്ടർ ഫെയിലിയർ ആവുന്നത് അലോങ് ദ ഡയമീറ്റർ ആണ് സിലിണ്ടർ ഫെയിലിയർ. രണ്ട് പീസായിട്ട് ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് പ്രഷർ ആക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ കാരണം എന്താ, ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് പ്രഷർ ആക്ട് ചെയ്തു, ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും പ്രഷർ ആക്ട് ചെയ്തു. അപ്പോൾ പ്രഷർ ആക്ട് ചെയ്യണ പ്രഷറിന്റെ വാല്യൂ പി ആണ്. പ്രഷർ ആക്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് എന്താ, അതായത് അലോങ് ദ ക്രോസ് സെക്ഷൻ ആയിരിക്കും. അലോങ് ദ ക്രോസ് സെക്ഷൻ ആണല്ലോ അത് ആക്ട് ചെയ്യണം. അപ്പോൾ ഇതായിരിക്കും സിലിണ്ടർ ആക്ട് ചെയ്യുന്ന ഏരിയ. അപ്പൊ സിലിണ്ടറിന്റെ ഉള്ള ഫോഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും പി ഇൻറ്റു ഇതിന്റെ ഏരിയ എത്രയായിരിക്കും 5/4d² വെച്ചിട്ട് ടോട്ടൽ ഫോഴ്സ്. രണ്ടാമത്തെ കേസ് കിട്ടും. രണ്ടാമത്തെ കേസിൽ ഫോഴ്സ് ഈക്വൽ ടു പി ഇൻറ്റു 5/4d² എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. ആൻഡ് ആ ഫോഴ്സിനെ ആരാ വിത്ത്സ്റ്റാൻഡ് ചെയ്യണേ? ഇത്രയും ഭാഗത്ത് ഈ ചെറിയ തിക്നെസ്സിലുള്ള സിലിണ്ടർ വാള് വെച്ചിട്ടാണ് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പൊ ഈ തിക്നെസ്സിന്റെ ഏരിയ എത്രയായിരിക്കും? ആ സിലിണ്ടേഴ്സിന്റെ ഏരിയ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്താ 2πr അല്ലെങ്കിൽ πd ഇൻറ്റു ഇതൊരു ചെറിയ തിക്നെസ്സും കൂടി ഉണ്ട് ടി. അപ്പൊ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് πd ഇൻറ്റു ടി ആയിരിക്കും. അതായത്
സിലിണ്ടറിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അലോങ് ദ സിലിണ്ടറിന്റെ ഉള്ളിൽ കൂടിയാണ് പ്രഷർ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ π/4d². അത് സെപ്പറേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അലോങ് അവിടെ ഹാച്ച് ചെയ്ത് കാണിച്ചിരിക്കുന്ന ഈ പോർഷനിലാണ് സിലിണ്ടർ ജോയിൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ആ ജോയിൻ ചെയ്ത പോർഷനിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആ സ്ട്രെസ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഏരിയ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് πd/t ആണ് ഏരിയ ക്രോസ് സെക്ഷൻ. ഇത് രണ്ടും ചെയ്താൽ നമുക്ക് ലോഡ് ബൈ ഏരിയ നമുക്ക് സ്ട്രെസ് കിട്ടും. ഈ ഇതിൽ ആക്ട് ചെയ്യണ സ്ട്രെസ്സിന്റെ വാല്യൂ കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഈ സ്ട്രെസ്സിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പ് സ്ട്രെസ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. ഒന്ന് സ്ട്രെസ്സസ് ഇൻ ദ തിൻ സിലിണ്ടർ. ആദ്യത്തെ സ്ട്രെസ് എന്ന് പറയുന്നത് സർക്കംഫറൻഷ്യൽ സ്ട്രെസ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ കേസ് അലോങ് ദ ലെങ്ത് സിലിണ്ടർ ഫെയിൽ ആവുകയാണെങ്കിൽ എത്രയായിരിക്കും നമുക്ക് ആക്ട് ചെയ്യുന്ന സ്ട്രെസ് ആണ്. അപ്പൊ അത് നോക്കാം. ആദ്യത്തെ ഫെയിലിയർ വരുന്നത് അലോങ് ദ ലെങ്ത് ആണ്. അപ്പോൾ ഫെയിലിയർ ആവാൻ വേണ്ടിയിട്ട് ഒരു ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷനും ഒരു ഫോഴ്സ് ഡൗൺവേർഡ് ഡയറക്ഷനും ആക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ ഫെയിലിയർ വരുന്നത്. അപ്പൊ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എത്ര ഏരിയയിലായിരിക്കും? അപ്പൊ ഇതിന്റെ ക്രോസ് സെക്ഷൻ എങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, സിലിണ്ടർ. ഓക്കെ, ഇതായിരിക്കും ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പ്ലെയിൻ. ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പ്ലെയിനിന്റെ ഏരിയ എത്രയായിരിക്കും? നമ്മൾ ആ ഫിഗർ ഒക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ പ്ലെയിനിന്റെ, ഞാൻ ഇപ്പോൾ ഹാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പ്ലെയിനിന്റെ ഏരിയ എത്രയായിരിക്കും? ആരെങ്കിലും ഒക്കെ ഒന്ന് പറയൂ, ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പ്ലെയിനിന്റെ ഏരിയ എത്രയായിരിക്കും? ആരെങ്കിലും പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും വിളിച്ചു ചോദിക്കേണ്ടി വരും. ആ ഹാച്ച് ചെയ്തിരിക്കുന്ന ഏരിയയുടെ ഡയമെൻഷൻസ് എന്താണ്? ആരുമില്ലേ? നമുക്ക് ആരെങ്കിലും വിളിച്ചു ചോദിച്ചാലോ? L ഇൻറ്റു ബാക്കി വന്നില്ലല്ലോ. L ഇൻറ്റു വാട്ട്? L ഇൻറ്റു ഡി ആണോ? L ഇൻറ്റു ഡി ആണ്. അതെ, L ഇൻറ്റു ഡി തന്നെയാണ്. ആ ഫിഗറിൽ നോക്കുക. ഇത് എത്രയാണ്? സിലിണ്ടറിന്റെ ഡയമീറ്റർ ആണ്. ഇത് സിലിണ്ടറിന്റെ ഡയമീറ്റർ ആണ്. ഇത് സിലിണ്ടറിന്റെ ലെങ്ത് ആണ്. അപ്പൊ ഫോഴ്സ് ആക്ട് ചെയ്യണ ഏരിയ എന്ന് പറയുന്നത് L ഇൻറ്റു ഡി ആണ്. അപ്പോൾ അവിടുത്തെ ആക്ട് ചെയ്യുന്ന പ്രഷറിന്റെ വാല്യൂ എന്ന് പറയുന്നത് T ആന്ന് പറഞ്ഞിട്ട് അവർ തന്നിട്ടുണ്ട്. നമ്മൾ പണ്ട് പഠിച്ചു സ്ട്രെസ് അല്ലെങ്കിൽ പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് പെർ ഏരിയ ആണ് പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഫോഴ്സ് എന്താണെന്ന് കൊണ്ട് എഴുതാം? ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോ ഈ സിലിണ്ടറിന്റെ ഉള്ളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, സിലിണ്ടറിന്റെ ഉള്ളിലെ ഗ്യാസ് കൊണ്ട് ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് എനിക്ക് എഴുതാൻ പറ്റും P ഇൻറ്റു ഡി ഇൻറ്റു എൽ എന്ന് എഴുതാൻ പറ്റും. ഇതാണ് സിലിണ്ടറിന്റെ ഉള്ളിലെ ഗ്യാസ് കൊണ്ട് ഉണ്ടാവുന്ന ഫോഴ്സ്. അക്രോസ് ദ ക്രോസ് സെക്ഷൻ നമുക്ക് ഒരു ഏരിയ വരും D ഇൻറ്റു L ഇൻറ്റു പ്രഷർ ഈസ് ദ P. ദിസ് ഈസ് ദ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിലിണ്ടർ. ഓക്കെ, ഇത്രയും ഫോഴ്സിനെ ആരാണ് റെസ്ട്രിക്ട് ചെയ്യുന്നത്? ഈ ക്രോസ് സെക്ഷൻ ഏരിയ ആണ്. ഇവിടെ ഒരു ക്രോസ് സെക്ഷൻ ഏരിയ വരും, അതേപോലെ തന്നെ ഇവിടെ ഒരു ക്രോസ് സെക്ഷൻ ഏരിയ വരും. വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ദിസ് ക്രോസ് സെക്ഷൻ ഏരിയ? ഈ ക്രോസ് സെക്ഷൻ ഏരിയയുടെ ഡയമെൻഷൻ എത്രയായിരിക്കും? വീണ്ടും ആർക്കെങ്കിലും പറയാം, ഈ ക്രോസ് സെക്ഷൻ ഏരിയയുടെ ഡയമെൻഷൻ എന്തായിരിക്കും? നമ്മുടെ ഫിഗറിലൊക്കെ നോക്കിയിട്ട് പറയാം, ഈ ക്രോസ് സെക്ഷൻ ഏരിയയുടെ ഡയമെൻഷൻ എന്തായിരിക്കും? നമ്മൾ കൊടുത്ത ഫോഴ്സിന് സിലിണ്ടറിന്റെ വോളാണ് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത്. വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ഏരിയ വെച്ചിട്ടാണ്. ആ ഏരിയയിലാണ് ബ്രേക്ക് ആവുന്നത്. ആ ബ്രേക്ക് ചെയ്യുന്ന ഏരിയയിലാണ് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യണം. ആ ക്രോസ് സെക്ഷൻ ഏരിയന്റെ ഡയമെൻഷൻസ് എന്തായിരിക്കും? ഫിഗർ നോക്കിയിട്ട് നമുക്ക് പറയാവുന്നതുള്ളൂ. ഫിഗറിൽ നോക്കുക, എന്നിട്ട് അതിന്റെ വാല്യൂസ് പറയാം. നമുക്ക് ഇത്തവണ ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിച്ചാലോ ഒരു ടെസ്റ്റിന്? നമുക്ക് വിഷ്ണു കെ പ്രജീവ്.
ആ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ക്രോസ് സെക്ഷണൽ ഏരിയയുടെ വാല്യൂ എത്രയാണെന്ന് പറയാൻ പറ്റും? നമ്മളിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ക്രോസ് സെക്ഷണൽ ഏരിയയുടെ വാല്യൂ എത്രയാണ്? ഈ ഫിഗറും റെഫർ ചെയ്യാട്ടോ, ഈ ഫിഗറും റെഫർ ചെയ്തിട്ട് ഈ കുഞ്ഞ് ക്രോസ് സെക്ഷൻ ഏരിയ ഇവിടെ ഹാച്ച് ചെയ്തിരിക്കുന്ന കുഞ്ഞ് ക്രോസ് സെക്ഷണൽ ഏരിയയുടെ വാല്യൂ എത്രയാണെന്ന് പറയാൻ പറ്റും? അതിന്റെ ഷേപ്പ് എന്താണ്? ക്രോസ് സെക്ഷൻ ഏരിയയുടെ ഷേപ്പ് എന്താണ്? ഏത് ജോമെട്രിക്കൽ ഷേപ്പാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്? ക്രോസ് സെക്ഷണൽ ഏരിയ നമ്മൾ അവിടെ കട്ട് ചെയ്തിരിക്കുന്ന ഹാച്ച് ചെയ്തിരിക്കുന്ന പോർഷൻ ഒരു ഡാർക്ക് കളറിൽ കാണാല്ലേ, അത് എന്ത് ഷേപ്പാണ്? ജോമെട്രിക്കൽ ഷേപ്പാണ്. സർക്കിൾ ആണോ, സ്ക്വയർ ആണോ, ട്രയാങ്കിൾ ആണോ, ഹെക്സഗൺ ആണോ, പെന്റഗൺ ആണോ? പറഞ്ഞോളൂ. ഒരു സിലിണ്ടറിനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ നമ്മൾ കാണുന്ന ക്രോസ് സെക്ഷൻ ഏരിയ എന്താണ്? അതിന്റെ എഡ്ജിൽ നമ്മൾ കാണുന്ന ക്രോസ് സെക്ഷൻ ഏരിയ എന്താണ്? വീട്ടിലൊരു പൈപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ, പൈപ്പിനെ അതുപോലെ രണ്ട് വെർട്ടിക്കലായിട്ട് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തു. അപ്പൊ കട്ട് ചെയ്ത എഡ്ജിൽ നമ്മൾ കാണുന്ന ക്രോസ് സെക്ഷൻ ഏരിയ എന്താന്ന് ഞാൻ ചോദിച്ചു. കട്ട് ചെയ്ത എഡ്ജിൽ ഇട്ടാ പൈപ്പ് ഞാൻ ഇതേ പലതരത്തിൽ നമുക്ക് കട്ട് ചെയ്യാം. വീട്ടിൽ നമ്മൾ ഇങ്ങനെ ഒരിക്കലും കട്ട് ചെയ്യാറില്ല. ഞാൻ പറയുന്നത് ഇതേപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത എഡ്ജിൽ കാണുന്ന ക്രോസ് സെക്ഷൻ ഏരിയ എലോങ് ദ ലെങ്ത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ കട്ട് ചെയ്ത എഡ്ജിൽ നമ്മൾ കാണുന്ന ക്രോസ് സെക്ഷൻ ഏരിയ എന്ത് ടൈപ്പ് ആയിരിക്കും? വിഷ്ണു അവിടെ PPT കാണാല്ലേ വിഷ്ണുവിന്? അതിൽ നമുക്ക് എന്താ ക്ലിയർ കുറവ്? അത്യാവശ്യം എനിക്ക് കാണാനില്ല. ക്ലിയർ കുറവുണ്ടോ? ഓക്കെ, ഞാൻ പറയുന്നത് നമ്മൾ അത് വേണ്ട, നമുക്ക് അതിനെ ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറയണ്ടത്. വീട്ടിലൊരു കുറച്ച് തിക്നെസ് ഉള്ള ഒരു പൈപ്പ് ഇങ്ങനെ അലോങ് ദ ലെങ്ത് കട്ട് ചെയ്തു. അപ്പൊ കട്ട് ചെയ്ത എഡ്ജുകളിൽ നമുക്ക് എന്ത് ക്രോസ് സെക്ഷൻ ഏരിയ നമുക്ക് കാണാൻ പറ്റുക? ട്രയാങ്കിൾ കാണാൻ പറ്റുമോ, സർക്കിൾ കാണാൻ പറ്റുമോ, ഹെക്സഗൺ ആണോ, പെന്റഗൺ ആണോ, എന്താണ് കാണാൻ പറ്റുക? റെക്ടാങ്കിൾ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, വെരി ഗുഡ്. ആ റെക്ടാങ്കിളിന്റെ ഏരിയ എത്രയായിരിക്കും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത്തിന് നമ്മൾ അവിടെ L എന്നാണ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ L എന്ന് എഴുതി. ബ്രെഡ്ത്തിന് പകരം നമുക്ക് അവിടെ എന്താണ് വാല്യൂസ് കൊടുത്തേക്കുന്നത്? അവിടെ ഈ ബ്രെഡ്ത്തിന് പകരം എന്ത് വാല്യൂ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്? T എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് അവിടെയല്ല കൊടുത്തിരിക്കുന്നത്, ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ബ്രെഡ്ത്തിന് പകരം T എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് റെക്ടാങ്കിൾ ആണ്. റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് L ഇൻറ്റു T ആണ്. ഓക്കെ, അപ്പം ഓക്കെ, താങ്ക് യു വിഷ്ണു. അപ്പൊ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് P ഇൻറ്റു D ഇൻറ്റു L ആണ്. അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത് ഈ റെക്ടാങ്കുലർ സെക്ഷൻ വെച്ചിട്ടാണ്. അപ്പൊ റെക്ടാങ്കുലർ സെക്ഷന്റെ ഏരിയ എന്ന് പറയുന്നത് L ഇൻറ്റു T ആണ്. നമുക്ക് എത്ര റെക്ടാങ്കിൾ ഉണ്ട്? രണ്ട് സൈഡിൽ ബ്രേക്ക് വരും. അപ്പൊ 2 ഇൻറ്റു L ഇൻറ്റു T എന്നുള്ള മോഡലിലായിരിക്കും നമുക്ക്. കാരണം ഇവിടെ ഒരു ബ്രേക്ക് വരും, ഇവിടെ ഒരു ബ്രേക്ക് വരും. രണ്ട് ബ്രേക്ക് വരുമ്പോൾ നമുക്കത് രണ്ട് സൈഡിൽ ഒരേപോലെ വരും. ഓക്കെ, അപ്പൊ അതായിരിക്കും നമുക്ക് വരുന്ന ടോട്ടൽ സ്ട്രെസ്. അപ്പൊ ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ, നമ്മൾ താഴെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഏരിയ. സോ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് സ്ട്രെസ് ആക്ടിങ് ഓൺ ദിസ് സിലിണ്ടർ വാളിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് പറയും. അപ്പൊ ഈ സ്ട്രെസ്സിന് നമ്മൾ പറയുന്ന പേരാണ് സർക്കംഫറൻഷ്യൽ സ്ട്രെസ്. ഈ സ്ട്രെസ് നമ്മൾ പറയുന്ന പേരാണ് സർക്കംഫറൻഷ്യൽ സ്ട്രെസ്. ഓക്കെ, സോ സർക്കംഫറൻഷ്യൽ സ്ട്രെസ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് PDL ഡിവൈഡ് ബൈ 2TL. അപ്പൊ എല്ലും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി PD ഡിവൈഡ് ബൈ 2T. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. PD ഡിവൈഡ് ബൈ 2T ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ടോട്ടൽ ഫോഴ്സ് ഡിവൈഡ് ബൈ റെസിസ്റ്റിംഗ് സെക്ഷൻ ഏരിയ ചെയ്താൽ നമുക്ക് ടോട്ടൽ സിഗ്മ C is equal to PD ഡിവൈഡ് ബൈ 2T. അപ്പൊ നമ്മള് സിലിണ്ടറിന്റെ അല്ലെങ്കിൽ തിൻ സിലിണ്ടറിന്റെ കേസ് നമ്മൾ ആദ്യം പഠിക്കുന്ന കേസാണ് PD ഡിവൈഡ് ബൈ 2T. അതിന്റെ വാല്യൂ ആണ് സർക്കംഫറൻഷ്യൽ സ്ട്രെസ്. അലോങ് ദ സർക്കംഫറൻസ് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രഷർ അപ്ലൈ ചെയ്യുന്നു. ആൻഡ് വി ആർ ഗെറ്റിംഗ് ദ വാല്യൂ ഓഫ് സിഗ്മ C ആസ് PD ഡിവൈഡ് ബൈ 2T. ഓക്കെ, ആദ്യത്തെ ഇക്വേഷൻ എല്ലാവർക്കും ഒരുവിധം ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് പോകാം. അതിനു മുന്നേ ഇതിനൊരു പേരും കൂടിയും പറയും. ഈ പറയുന്ന സ്ട്രെസ്സിന് പറയുന്ന പേരാണ് ഹൂപ്പ് സ്ട്രെസ്.
ഇപ്പൊ ചില ക്വസ്റ്റിനിൽ ഹൂപ്പ് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. സോ ഹൂപ്പ് സ്ട്രെസ് എന്നാണ് അതിന് പറയുന്ന വേറൊരു പേര്. പിന്നെ ചില കേസുകളിൽ പറയും ദ ജോയിന്റ് ഹാസ് ആൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ട് ചില ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ദ ജോയിന്റ് മിക്കവാറും ഇവിടെ ആയിരിക്കും രണ്ട് പീസുകൾ വെച്ചിട്ട് ജോയിൻ ചെയ്യായിരിക്കും. വെൽഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഓപ്പറേഷൻസ് വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്യായിരിക്കും. ആൻഡ് ഇൻ ദ ക്വസ്റ്റ്യൻ ദേ ഹാവ് സ്പെസിഫൈഡ് ദാറ്റ് ദ ജോയിന്റ് ഹാസ് എൻ എഫിഷ്യൻസി എന്നുള്ള ടേമും കൂടി നമുക്ക് സ്പെസിഫൈ ചെയ്യും. അപ്പോൾ നമ്മൾ ജോയിന്റ് എവിടെ വരുന്നത്? താഴത്തെ പോർഷനിലാണ് നമ്മൾ ജോയിന്റ് വരുന്നത്. അപ്പോൾ എഫിഷ്യൻസിയുടെ ടേമും അവിടെ തന്നെയാണ് നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ സിഗ്മ സീറോ ഇക്വേഷനിൽ ഡിനോമിനേറ്ററിൽ ഒരു എഫിഷ്യൻസിയും കൂടി ആഡ് ചെയ്താൽ നമുക്കുള്ള ശരിക്കുള്ള സിഗ്മ സിയുടെ വാല്യൂ കിട്ടും. ഓക്കെ. പിന്നെ ചില ക്വസ്റ്റ്യനിൽ ദേ വിൽ ആഡ് എ വാല്യൂ ഫോർ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓൾസോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ മെറ്റീരിയൽ ക്യാൻ വിസ്റ്റാൻഡ് എ സ്ട്രെസ് ഓഫ് 800 MPa ആൻഡ് വി ആർ ഗിവിംഗ് എ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓഫ് 4. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് 800 MPa വിസ്റ്റാൻഡ് ചെയ്യുമെങ്കിലും വി വിൽ ബി അപ്ലൈയിങ് എ ഫാക്ടർ ഓഫ് സേഫ്റ്റി അപ്ലൈ ചെയ്തിട്ട് 800 ഡിവൈഡ് ബൈ 4 200 MPa മാത്രമേ നമ്മൾ ഡിസൈൻ ചെയ്യുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻസിൽ നമ്മൾ എഫിഷ്യൻസി വന്നാൽ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഫാക്ടർ ഓഫ് സേഫ്റ്റി വന്നാൽ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ള ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞത് മാത്രം. സോ എഫിഷ്യൻസി എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മൾ എവിടെയാണോ ബ്രേക്ക് വരുന്നത് അവിടെയാണ് നമ്മൾ എഫിഷ്യൻസിയുടെ ടേം നമ്മൾ ആഡ് ചെയ്യുക. സോ ഡിനോമിനേറ്ററിലാണ് നമ്മൾ എഫിഷ്യൻസിയുടെ ടേം ആഡ് ചെയ്യുക. സിഗ്മ സീറോ ഇക്വേഷനിൽ ഡിനോമിനേറ്ററിൽ PD ഡിവൈഡ് ബൈ 2T ഇൻറ്റു എഫിഷ്യൻസി കൊണ്ട് വരും. അതേപോലെ തന്നെ ഫാക്ടർ ഓഫ് സേഫ്റ്റി വരുന്നത് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ട്രെസ്സിന്റെ കൂടെ ആയിരിക്കും. നമുക്ക് കിട്ടുന്ന സ്ട്രെസ്സിന്റെ വാല്യൂ 800 ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു ഡിവൈഡ് ടു ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഓർ നമുക്ക് കിട്ടുന്ന സ്ട്രെസ്സിനെ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് അതിന്റെ ആക്ച്വൽ സ്ട്രെസ് നമുക്ക് കിട്ടാൻ പറ്റും. ഓക്കെ. അപ്പൊ നമ്മൾ അടുത്ത സ്ട്രെസ്സിലേക്ക്, ഇതിപ്പോ അലോങ് ദ ലെങ്ത് ബ്രേക്ക് വന്നതാണ്. അടുത്തത് നമ്മൾ അലോങ് ദ ഡയമീറ്റർ ബ്രേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും ഇതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞേക്കാം. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ടോട്ടൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ ഡിവൈഡ് ബൈ സ്റ്റാൻഡിങ് ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എത്രയായിരിക്കും നമുക്ക് സ്ട്രെസ് വരാൻ. ഓക്കെ. ഓൾറെഡി പറഞ്ഞാണ്, എല്ലാവർക്കും നമുക്കൊന്നുകൂടി പറയാനുള്ള ചാൻസ് കൊടുക്കാം. അപ്പോൾ ഈ കേസിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ലോഡ് എത്രയായിരിക്കും? ഈ കേസിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ലോഡ് ആക്ടിങ് ഇൻ ദിസ് സെക്ഷൻ, ടോട്ടൽ ലോഡ് ആക്ടിങ് ഇൻ ദിസ് കേസ്, ഈ കേസിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ലോഡിന്റെ വാല്യൂ എത്രയായിരിക്കും? അപ്പൊ നമുക്ക് ആരെടുത്താണ് ചോദിക്കാൻ പറ്റുക? വിഷ്ണു കഴിഞ്ഞ തവണ ആൻസർ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അടുത്ത ആൾക്ക് പോവാം. വർഗീസ് വൈദ്യകരൻ. വർഗീസ് കേട്ടില്ലേ? ഹലോ വർഗീസ്, ആ ഭാഗത്തൊന്നില്ലേ? വർഗീസിന് മൈക്കില്ല മീൻസ് മൊബൈലിലല്ലേ വർഗീസ് ചെയ്യുന്നത്? അപ്പോ കമ്പ്യൂട്ടറിലാണോ? ഓക്കെ നമ്മൾ പറഞ്ഞാൽ മതി, ടൈപ്പ് ചെയ്താൽ മതി, നോ പ്രോബ്ലം. മൈക്ക് ഓൺ ചെയ്യണ്ട, ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. സോ വാട്ട് ഈസ് ദ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദാറ്റ് സെക്ഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാട്ട് ഈസ് ദ ടോട്ടൽ ഫോഴ്സ്, ടോട്ടൽ ലോഡ് എത്ര വരിക്കും? അതിൻ്റെ ഉള്ളിൽ നമ്മൾ പാക്ക് ചെയ്യുന്ന പ്രഷർ അതിൽ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രഷർ ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആയിരിക്കും നമുക്ക് ടോട്ടൽ ലോഡ് വരിക. അപ്പോൾ എത്രയായിരിക്കും നമുക്ക് ടോട്ടൽ ലോഡ് വരിക? ടോട്ടൽ ലോഡ് എത്ര നമുക്ക് എത്ര വരും? വർഗീസ് ടൈപ്പ് ചെയ്താൽ മതി, നോ പ്രോബ്ലം. വർഗീസ്, ടോട്ടൽ ലോഡ് എത്രയാണ് വരിക? എത്ര നേരം വേണോ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്? പി ഇൻറ്റു വൈയോ? വൈ എന്താണ് ഉദ്ദേശിച്ചത്?
വൈ അതിൽ കാണാനില്ലല്ലോ. എവിടെ വൈ എവിടെ നോക്കട്ടെ, ഞാൻ ഫിഗർ കണ്ടില്ല. ഓഹോ, വെരി ഗുഡ്. ഇത് നമ്മൾ ഓൾറെഡി ഈ ഇക്വേഷൻ ഞാൻ തൊട്ട് മുന്നേ സ്ലൈഡിൽ എഴുതിയതാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രം ചോദിച്ചതാണ്. അപ്പൊ അത് ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. തൊട്ട് മുന്നേ സ്ലൈഡിൽ ഞാൻ ഇതിന്റെ ഫുൾ ഇക്വേഷൻ ഞാൻ എഴുതിയിട്ടാണ് അടുത്ത സ്ലൈഡിലേക്ക് വന്നത്. അപ്പൊ അത് ശ്രദ്ധിച്ചെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചായിരുന്നു. അപ്പൊ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അടുത്ത ആൾക്ക് നമുക്ക് വേറെ ആളോട് ചോദിച്ചു നോക്കാം. സുരൂർ അബ്ദുൾ റഹ്മാൻ. സുരൂർ അബ്ദുൾ റഹ്മാൻ, പറഞ്ഞോളൂ. എത്രയായിരിക്കും നമുക്ക് അവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വരിക? അതായത് ആ പ്രഷർ ആക്ട് ചെയ്യുന്നത് എത്ര ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലായിരിക്കും? അതിന്റെ ഉള്ളിൽ, സിലിണ്ടറിന്റെ ഉള്ളിൽ ഒരു ഗ്യാസ് എന്തെങ്കിലും ഉണ്ട്, അത് ഇപ്പൊ കാണിച്ചിരിക്കുന്ന പോലെ ബ്രേക്ക് ആയി. ഇങ്ങനെ ബ്രേക്ക് ആവാൻ വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കണം ലോഡ് ആക്ട് ചെയ്യേണ്ടായിരിക്കുക? ഞാൻ വരച്ചതായിരുന്നു കഴിഞ്ഞ കേസിൽ. അപ്പൊ ലോഡ് ഇങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടായിരിക്കുക. ഇതും ഒരു ഫിഗർ ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എത്രയാണ്? പ്രഷർ ആക്ട് ചെയ്യുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എത്രയാണ് വരിക? അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഇതിപ്പോ രണ്ടായിട്ട് ബ്രേക്ക് ആയി. ഇങ്ങനെ ഒരു ഫോഴ്സ്, രണ്ട് സൈഡിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോ ഉള്ളിലെ സിലിണ്ടറിന്റെ ഉള്ളിലുള്ള ഗ്യാസോ എന്തെങ്കിലും ആയിക്കോട്ടെ, അതാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോ ഇത് രണ്ട് പീസായിട്ട് ബ്രേക്ക് ആയി. അപ്പൊ ഉള്ളിലുള്ള ഗ്യാസ് പ്രഷർ അപ്ലൈ ഉണ്ട്. ആ പ്രഷർ അപ്ലൈ ചെയ്യുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എത്രയായിരിക്കും ഞാൻ ചോദിച്ചു. ഇങ്ങനെ ബ്രേക്ക് ആവണമെങ്കിൽ ഉള്ളിലുള്ള ഗ്യാസ് ഏത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലായിരിക്കും പ്രഷർ അപ്ലൈ ഉണ്ടാവുക? ഏരിയ എന്ന് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്തായിരിക്കും? നേരത്തെ ഒരു റെക്ടാങ്കിൾ നമ്മൾ പറഞ്ഞില്ലേ, സർക്കിൾ ആണ്. ആ സർക്കിളിന്റെ ഏരിയയിലെ ഇപ്പൊ ഈ ഏരിയയിലായിരിക്കും നമുക്ക് അതിന്റെ പ്രഷർ ആക്ട് ചെയ്യുന്നതായിരിക്കാം. ഉള്ളിൽ ഹാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഏരിയയിലായിരിക്കും അതിന്റെ പ്രഷർ ആക്ട് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ആ ഏരിയയുടെ വാല്യൂ എന്തായിരിക്കും? πr², അല്ലെങ്കിൽ നമുക്ക് ഡയമീറ്റർ എന്നുണ്ടെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് π/4 d² ആയിരിക്കും. πr² അല്ലെങ്കിൽ π/4 d². ഓക്കെ, അപ്പോ താങ്ക് യു. അപ്പൊ നമുക്ക് ഏരിയയുടെ വാല്യൂ π/4 d² ആണ്. ഉള്ളിലത്തെ പ്രഷർ P ആണ്. അപ്പൊ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് P × π/4 d² ആയിട്ട് വരും. ഇതാണ് ടോട്ടൽ ലോഡ്. ടോട്ടൽ ലോഡ് ആക്ട് ചെയ്തു. ഇതിനെ രണ്ട് പീസായിട്ട് സെപ്പറേറ്റ് ചെയ്തു. രണ്ട് പീസായിട്ട് സെപ്പറേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബ്ലാക്ക് കളറിൽ ഹാച്ച് ചെയ്തിരിക്കുന്ന പോർഷൻ ആണ് ആ സെപ്പറേഷൻ അവർ ബ്ലോക്ക് ചെയ്യുന്നത്. ഈ ബ്ലാക്ക് കളറിൽ ഹാച്ച് ചെയ്തിരിക്കുന്ന പോർഷന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എത്രയാണ്? ബ്ലാക്ക് കളറിൽ ഹാച്ച് ചെയ്തിരിക്കുന്ന പോർഷന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലാണ് അത് ബ്രേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയ്യുന്നത്. ടോട്ടൽ ലോഡിനെ നമ്മൾ ഏരിയ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്നുള്ള വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആ ഏരിയ എത്രയായിരിക്കും? ആ ബ്ലാക്ക് കളറിൽ ഹാച്ച് ചെയ്തിരിക്കുന്ന പോർഷന്റെ ഏരിയ എത്രയായിരിക്കും? നമുക്ക് വേറെ അടുത്ത് ചോദിച്ചു നോക്കാം. ബ്ലാക്ക് കളറിൽ ഹാച്ച് ചെയ്തിരിക്കുന്ന പോർഷന്റെ ഏരിയ എത്രയായിരിക്കും? ശ്രീജിത്ത് കെ ജോഷി. ശ്രീജിത്ത് കെ ജോഷി, ശ്രീജിത്ത് അവിടെ അല്ലേ? ശ്രീജിത്ത്, നേരത്തെ ആരോ വിളിച്ചിട്ട് മിണ്ടാണ്ട് പോയത്? വർഗീസ് വൈദ്യനല്ലേ? അതൊന്ന് മയക്കില്ല എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു. ശ്രീജിത്ത് കെ ജോഷി എന്താ അവസ്ഥ? ശ്രീജിത്ത് കെ ജോഷി, നോ റിപ്ലൈ. ചാറ്റിലും ഇല്ല, അവിടെ ഇല്ല. ഓക്കെ, പോട്ടെ. ചാറ്റിൽ എന്തോ പറഞ്ഞിട്ടുണ്ട്. ശ്രീജിത്ത് കെ ജോഷി മൈക്കല്ല? ശ്രീജിത്ത് കെ ജോഷിക്ക് മൈക്ക് ഉണ്ടോ?
ഞാൻ ചോദിച്ചിരിക്കുന്നത് ആ ബ്ലാക്ക് കളറിൽ ഹാച്ച് ചെയ്തിരിക്കുന്ന പോർഷന്റെ ടോട്ടൽ സർക്കിൾ മൈനസ് സെമി സർക്കിൾ സ്മോൾ സർക്കിൾ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അതാണ് എഴുതിച്ചിരിക്കുന്നത്. ഓക്കെ, ടോട്ടൽ സർക്കിൾ മൈനസ് സ്മോൾ സർക്കിൾ അല്ലെങ്കിൽ ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയെങ്കിലും മനസ്സിലാക്കിയല്ലോ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അതിന്റെ ഏരിയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്നത് നമുക്കറിയാവുന്നത് ഇന്നർ ഡയമീറ്റർ ഡി ആണെന്നറിയാം. അതുപോലെ ഈ തിക്നെസ് ടി ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് ഏരിയ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. ഇന്നർ ഡയമീറ്ററിന്റെ പെരിമീറ്ററിന് പൈ ഡി അല്ലെങ്കിൽ 2πr ഇൻറ്റു തിക്നെസ് ചെയ്താൽ നമുക്ക് ഔട്ടർ ഈ സ്മോൾ ഹാച്ച് ചെയ്തിരിക്കുന്ന പോർഷന്റെ ഏരിയ കിട്ടും. സോ ദ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഈസ് ഗിവൺ ബൈ ടി ഇൻറ്റു പൈ ബൈ 4 ഡി സ്ക്വയർ ഡിവൈഡ് ബൈ പൈ ഡി ഇൻറ്റു ടി. ഈ പൈയും ഡിയും എല്ലാം കൂടി ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് പി ഡി ഡിവൈഡ് ബൈ 4t ആയിരിക്കും. പി ഡി ഡിവൈഡ് ബൈ 4t. നേരത്തെ കേസിൽ ഇക്വേഷൻ എന്തായിരുന്നു? പി ഡി ഡിവൈഡ് ബൈ 2t ആയിരുന്നു. ഈ കേസിൽ പി ഡി ഡിവൈഡ് ബൈ 4t. അപ്പൊ 5 മാർക്കിനൊക്കെ ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയിട്ടുണ്ടാകും. നമുക്ക് ജസ്റ്റ് ആ ഇക്വേഷൻ മാത്രം മതി. പി ഡി ഡിവൈഡ് ബൈ 2t പി ഡി ഡിവൈഡ് ബൈ 4t ഇക്വേഷൻസ് മാത്രം മതി. അത് വെച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ അത്രയും മതി. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലും നമ്മൾ എഫിഷ്യൻസിയുടെ ടേം അപ്ലൈ ചെയ്യും. എഫിഷ്യൻസിയുടെ ടേം അപ്ലൈ ചെയ്യുമ്പോൾ എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം? ഇവിടെ ആയിരിക്കും നമ്മൾ എഫിഷ്യൻസിയുടെ ടേം അപ്ലൈ ചെയ്യാം. സോ എഫിഷ്യൻസിയുടെ ടേം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ സിഗ്മ ടി എന്ന് പറയുന്നത് പി ഡി ഡിവൈഡ് ബൈ 4t ഇൻറ്റു എഫിഷ്യൻസി എന്ന് വരും. പി ഡി ഡിവൈഡ് ബൈ 4t ഇൻറ്റു എഫിഷ്യൻസി ആയിരിക്കും നമുക്ക് ടോട്ടൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആയിട്ട് നമുക്ക് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷനെ പി ഡി ഡിവൈഡ് ബൈ 2t ഇൻറ്റു എഫിഷ്യൻസി, പി ഡി ഡിവൈഡ് ബൈ 4t ഇൻറ്റു എഫിഷ്യൻസി. ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവർക്കും നമുക്ക് കാൽക്കുലേറ്റർ ഒക്കെ എടുത്തിട്ട് ഒരു രണ്ട് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഹിയർ ഈസ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്റ്റീം ബോയിലർ ഓഫ് 800 mm ഡയ. അപ്പൊ നമ്മുടെ സിലിണ്ടറിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, സ്മോൾ ഡിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. സ്മോൾ ഡി സി 800 mm. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് 10 mm തിക്ക് പ്ലേറ്റ്. പ്ലേറ്റിന്റെ തിക്നെസ് അവർ തന്നിട്ടുണ്ട് 10 mm തിക്ക്. ഓക്കെ, if the boiler is subjected to internal pressure of 2.5 megapascal, തീരെ വാല്യൂ തന്നിട്ടുണ്ട് 2.5 megapascal. അപ്പൊ മെഗാപാസ്കൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നമ്മുടേതായ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ന്യൂട്ടനോ മില്ലിമീറ്റർ സ്ക്വയറോ എന്തെങ്കിലുമായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഫൈൻഡ് ദ സർക്കംഫറൻഷ്യൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ പ്ലേറ്റ്. അപ്പൊ രണ്ടും ചോദിച്ചിട്ടുണ്ട്, സർക്കംഫറൻഷ്യലും ചോദിച്ചിട്ടുണ്ട്, ലോഞ്ചിറ്റ്യൂഡിനും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യനിൽ എഫിഷ്യൻസിയുടെ ടേം ഒന്നും അവർ സ്പെസിഫൈ ചെയ്തിട്ടില്ല. സോ എഫിഷ്യൻസിയുടെ ടേം പറ്റി നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ. സോ ഹിയർ ഈസ് അവർ ഗിവൻ ഡാറ്റ. D is given as 800 millimeter and the thickness is given as 10 millimeter and the internal pressure is 2.5 megapascal. So we'll be converting into Newton per millimeter square. 1 megapascal equal to 1 Newton per millimeter square. And പഠിച്ചൊന്നും മറക്കരുത്, 1 megapascal equal to 1 Newton per millimeter square. So we'll be finding out the first value, PD divided by 2t. എല്ലാം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. P യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, D യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 2 into thickness വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. So we'll get the value of 100 Newton per mm square or we can write 100 megapascal. അടുത്ത ഇക്വേഷൻ ആയിരുന്നു PD divided by 4t. അപ്പോൾ വീണ്ടും നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 2.5 800 4 into thickness. ഓക്കെ, എല്ലാം ഭയങ്കര ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എഫിഷ്യൻസി ഇല്ലാത്ത ചെയ്തു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ എഫിഷ്യൻസി ഉള്ള ഒരു ടേം നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കും. So next question will be using the equation with the efficiency. A cylindrical shell of 1.3 meter diameter. Again, they have given the diameter 1.3 meter, made up of 18 mm thickness. They have directly given. Find the circumferential and longitudinal stress. We have to find the value of sigma c and sigma t. If the boiler is subjected to internal pressure of 2.4 megapascal. They have given the value of P also. The efficiency they have given as 70%. So, ഇപ്പോൾ നിങ്ങൾക്കാണ് ചാൻസ്. ഐ വിൽ ആസ്ക് യു, ഒരാളുടെ അടുത്ത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സും ചോദിക്കും, ഒരാളുടെ അടുത്ത് സർക്കംഫറൻഷ്യൽ സ്ട്രെസ്സും ചോദിക്കും. സോ ബി റെഡി. ഐ വിൽ ഇപ്പൊ എത്ര സമയം? 12:51 12:53 നമുക്ക് ചെയ്യാം. 2 minutes. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, എല്ലാ വാല്യൂസും ഗിവൺ ആണ്. വേഗം കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് ആൻസർ പറയാം. അപ്പോൾ ആൻസർ പറയേണ്ട ആള് 2 മിനിറ്റിന് ശേഷം ഞാൻ വിളിക്കാം. അപ്പൊ പിന്നെ ചെയ്തിട്ടില്ല, വേഗം കാൽക്കുലേറ്റ് എടുത്തിട്ട് വേഗം ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടെ, നോ പ്രോബ്ലം.
അറ്റൻഡൻസ് ലിങ്ക് അവിടെ കിടന്നോട്ടെ, ഇപ്പൊ തുറക്കാൻ നിൽക്കണ്ട, ഇപ്പൊ പ്രോബ്ലം ചെയ്യാം. അറ്റൻഡൻസ് ലിങ്ക് നമുക്കത് കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്യാം. അറ്റൻഡൻസ് ലിങ്ക് ആണ് അത്, ഇത് കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്യാം. ഇപ്പൊ പ്രോബ്ലം ചെയ്യാം, എന്നിട്ട് ആൻസർ പറയാം. രണ്ട് സിഗ്മ സിയുടെ വാല്യൂം സിഗ്മ ടിയുടെ വാല്യൂം, രണ്ട് വാല്യൂസും പറയാം. സോ എല്ലാവരും സിഗ്മ സിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. സോ ഐ വിൽ ആസ്ക് ടു റിക്സൺ വർഗീസ്. റിക്സൺ വർഗീസ്, റിക്സൺ വർഗീസ്, ഹലോ. ഹലോ റിക്സൺ, ആ ഭാഗത്തൊന്നുമില്ലേ? ചാറ്റിലാണല്ലോ എന്തോ പറഞ്ഞേക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആകെ ഫസ്റ്റ് ടേം മാത്രം മതി, സെക്കൻഡ് ടേം നമുക്ക് അടുത്ത് ചോദിക്കാം. സിഗ്മ സിയുടെ വാല്യൂ മാത്രം മതി, ആയിക്കോട്ടെ. ഓൾറെഡി 12:53, 2 minutes കഴിഞ്ഞു. 2 minutes is enough. റിക്സൺ മൈക്ക ഉണ്ട്, ചെയ്യാൻ മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞാലും മതി. പ്രോബ്ലം. First I need the value of sigma c. Lap on and no mic. Very good. കഴിഞ്ഞില്ലേ? ഫസ്റ്റ് വാല്യൂ ഇറ്റ്സ് ടു മച്ച്. 12:54 ആയി, 3 minutes കഴിഞ്ഞു. വേഗം ടൈപ്പ് ചെയ്യ് ഫസ്റ്റ് വാല്യൂ, സിഗ്മ സിയുടെ വാല്യൂ മാത്രം. സിഗ്മ സിയുടെ വാല്യൂ റിക്സൺ ടൈപ്പ് ചെയ്തേക്കുന്നത് 12 ആണ്. സോ വിൽ ചെക്ക് വെദർ ഇറ്റ്സ് 12. അപ്പൊ എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയത്? പ്രഷർ ഈസ് ഗിവൺ ബൈ 22.4 megapascal. 12 ആയിരുന്നു, അല്ലാതെ 124 ആണ് നമുക്ക് ആൻസർ. ഓക്കെ, പ്രഷർ ഈസ് ഗിവൺ ബൈ 2.4 megapascal ആൻഡ് ഡയമീറ്റർ ഈസ് ഗിവൺ ബൈ 1.3 meter. സോ ആ മീറ്റർ നമ്മൾ ശ്രദ്ധിക്കണം. വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു millimeter. സോ മൾട്ടിപ്ലൈങ് വിത്ത് 10⁻3. And megapascal again is a Newton per millimeter square, so it will remain as 2.4 divided by 2 into thickness. Thickness is given as 18 mm, so we will be substituting 18 itself. Efficiency is given as 70%. So 70 means we will be substituting the value 0.7. So sometimes നിങ്ങൾ ചിലപ്പോൾ 70 നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. So that may be the mistake. എന്താണ് പറ്റിയത് മിസ്റ്റേക്ക്? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് റെനിലിനോട് ചോദിക്കാം. റെനിൽ CR. ഓക്കെ, റെനിൽ CR ഇത് അവിടെ ഉണ്ടോ? പറഞ്ഞോളൂ, ആൻസർ പറഞ്ഞോളൂ. നമ്മൾ സിഗ്മ ടിയുടെ വാല്യൂ 63 is even. Okay, actually it is 62 megapascal. It may be calculator യൂസ് ചെയ്തപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് മാറിപ്പോയതായിരിക്കും. എനിവേ, രണ്ടാളുടെയും ആൻസർ കറക്റ്റ് ആയിരുന്നു. ഓക്കെ, നമുക്ക് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. സിലിണ്ടറിന്റെ പോർഷനിൽ നമുക്ക് ഇത് ബേസിക് ആണ്. ഇതിന്റെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഒരു ഫോർമുല കൂടി പഠിക്കേണ്ട. അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിൻ സിലിണ്ടർ, തിക്ക് സിലിണ്ടർ കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. മീൻസ് ഇതൊരു സെറ്റ് ഫോർമുല. അപ്പൊ ഇത് വെച്ചിട്ട് രണ്ട് ടൈപ്പ്, കുറച്ചുകൂടി ഒന്ന് അഡ്വാൻസ് ടൈപ്പ്, ഒന്ന് രണ്ട് കൂടി ചെയ്യാണ്ട് അത് കഴിഞ്ഞ് ഒരു ഫോർമുല കൂടി പഠിക്കേണ്ടത്, അതായത് ചേഞ്ച് ഇൻ ഡയമെൻഷൻസ് ഇൻ ദ സിലിണ്ടർ ആഫ്റ്റർ ദ ആപ്ലിക്കേഷൻ ഓഫ് പ്രഷർ. അപ്പൊ ചേഞ്ച് ഇൻ ഡയമെൻഷൻ നമുക്ക് പണ്ട് പഠിക്കാം. പോയ്സൺസ് റേഷ്യോ ഒക്കെ നമുക്ക് വേണ്ടി വരും. അതായത് ഇപ്പൊ ഒരു ബ്ലോക്ക്, ഇങ്ങനെ ഒരു റെക്ടാങ്കുലർ ബ്ലോക്ക് ഉണ്ട് നമ്മളെ കയ്യിൽ. സോ നമ്മളെ റെക്ടാങ്കുലർ ബ്ലോക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു ഡയറക്ഷനിൽ നിന്ന്
കംപ്രസ് ചെയ്യുമ്പോൾ മറ്റേ രണ്ട് ഡയറക്ഷനിലും അതിന്റെ ലെങ്ത് കൂടും ഇല്ലേ? അപ്പൊ അത് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് സം ഡയമീറ്റർ ആൻഡ് ചേഞ്ച് ഇൻ ലെങ്ത്. ഇപ്പൊ പോയ്സൺസ് റേഷ്യോ ഒക്കെ പണ്ട് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഡയറക്ഷനിൽ കംപ്രഷൻ വരുമ്പോൾ മറ്റൊരു ഡയറക്ഷനിലും ഇൻക്രീസ് വരും, ആൻഡ് ദാറ്റ് ദേ ആർ റിലേറ്റഡ് ഇൻ ടേംസ് ഓഫ് പോയ്സൺ റേഷ്യോ. പണ്ടത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് വി വിൽ ബി ഡിറൈവിംഗ് സം ഇക്വേഷൻ ഫോർ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് എ സിലിണ്ടർ ആൻഡ് ചേഞ്ച് ഇൻ ഡയമീറ്റർ ഓഫ് എ സിലിണ്ടർ. ഓക്കെ, ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കാം, അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് പഠിക്കാം. എനിവേ നമുക്ക് ഒരു സെറ്റ് ഇക്വേഷൻ കൂടി നമുക്ക് ഇതിൽ പഠിക്കാനുള്ള ചേഞ്ച് ഇൻ ലെങ്ത് ഇക്വേഷൻ. ബാക്കി ഇപ്പൊ ഈ പഠിച്ച രണ്ട് ഇക്വേഷനും പിന്നെ ഒരു രണ്ട് സെറ്റ് ഇക്വേഷനും, രണ്ടല്ല, ഓക്കെ, ചേഞ്ച് ഇൻ ലെങ്ത്, ചേഞ്ച് ഇൻ ഡയമീറ്റർ, ചേഞ്ച് ഇൻ വോളിയം, മൂന്ന് ഇക്വേഷൻ കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ തിൻ സിലിണ്ടർ തിക് സിലിണ്ടർ എന്നുള്ള പോർഷൻ ഓൾമോസ്റ്റ് അവസാനിക്കും. പക്ഷെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ഒരു 4-5 പ്രോബ്ലംസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഒരു 2 ക്ലാസ് കൊണ്ട് നമുക്ക് ഈ ടോപ്പിക് കവർ ചെയ്യാൻ പറ്റും തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് തിയറീസ് ഓഫ് ഫെയിലിയർ ആണ്. അപ്പൊ തിയറീസ് ഓഫ് ഫെയിലിയറിന്റെ വാട്ട് യു മീൻ ബൈ തിയറീസ് ഓഫ് ഫെയിലിയർ, അത് ഓരോ 5 തിയറി നമുക്ക് പഠിക്കാനുണ്ട്. മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി, മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി, മാക്സിമം സ്ട്രെയിൻ എനർജി തിയറി, അങ്ങനെ 5 തിയറീസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ 5 തിയറീസിനെ പറ്റിയിട്ടും ഈ 5 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ നമ്മുടെ കോളേജിൽ തന്നെ പ്രവീൺ, ഇത് ശരിക്കും പറഞ്ഞു S7ന്റെ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ S7ൽ എടുത്തിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, 5 തിയറീസ് ഓഫ് ഫെയിലിയറിന്റെ. അതിൽ 3 തിയറി അതിൽ നല്ല ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ആദ്യത്തെ 3 തിയറി. അപ്പോൾ ദാറ്റ് വിൽ ബി ഇനഫ് ഫോർ റൈറ്റിംഗ് ദ അസൈൻമെന്റ്. നമുക്ക് 5 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ടാണ് അത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. What do you mean by maximum principal stress theory? Explain short note on maximum principal stress theory, maximum strain energy theory. അങ്ങനെയൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ 5 മാർക്സിന്റെ ആൻസർ ആയിട്ട് നമുക്ക് എഴുതണം. അപ്പോൾ 5 മാർക്സിന്റെ ആൻസർ പറഞ്ഞാൽ നമുക്ക് മാക്സിമം ഒരു A4 ഷീറ്റിന്റെ ഒരു സൈഡ് അത്രേ മാക്സിമം വേണ്ടോ. ഓക്കെ, ചിത്രമൊക്കെ വരും, എല്ലാത്തിനും ഓരോ ഫിഗറുകൾ ഉണ്ട്, ഓരോ തിയറിക്കും ഓരോ ഫിഗറുകൾ ഉണ്ട്. അപ്പൊ അത് ഫിഗർ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് നമുക്ക് ക്ലാസ് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് സ്റ്റേജിൽ പറഞ്ഞു പോവാം. അത് കഴിഞ്ഞിട്ട് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ നമ്മുടെ മാക്സിമം November 30th വരെയാണ് നമ്മുടെ ഇത് പറഞ്ഞേക്കുന്നത്. എനിവേ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ദിവസം ചെറിയ ചെറിയ പോർഷൻസ് വെച്ചിട്ട് ഞാൻ ടെസ്റ്റ് ആയിരിക്കും നടത്തുന്നുണ്ടാവുക. 1 hourന്റെ ടെസ്റ്റുകൾ, അത് നമുക്ക് ഓരോ ദിവസങ്ങളിൽ എഴുതാം. അപ്പൊ ഈ അസൈൻമെന്റ് നമ്മൾ November 30ാണ് സബ്മിഷൻ വെച്ചേക്കുന്നത്. അപ്പോൾ ആ രണ്ട് വീഡിയോ നോക്കിയാൽ ആദ്യത്തെ 3 തിയറിയിൽ കിട്ടും, ബാക്കി 2 തിയറിയിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കുകൾ നോക്കിയിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ MOS ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടിയില്ലെങ്കിൽ മെഷീൻ ഡിസൈൻ ടെക്സ്റ്റ് ബുക്കുകൾ തപ്പിയാൽ നമുക്ക് ഇതിന്റെ ആൻസറുകൾ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നമ്മുടെ അറ്റൻഡൻസ് ലിങ്ക് അതിലിട്ടുണ്ട്, അതിലെല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം.